അസമിൽ നിന്ന് പെൺകുട്ടികളെ എത്തിച്ച് പെൺവാണിഭ സംഘത്തിൽ കുടുക്കുന്ന കേസിലെ പ്രധാനിക്കായി പോലീസ് അന്വേഷണം ഊർജിതം. അസം സ്വദേശിയായ പ്രതിക്കാൽ അന്വേഷണം ഒഡീഷ കേന്ദ്രീകരിച്ചാണ് പോലീസ് നടത്തുന്നത്. പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള വിവരം പോലീസിൽ ലഭിച്ചത്. സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലെത്തി അഭയം തേടിയതോടെയാണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചെയ്യുന്നു. രാഹുൽ, ഇതര സംസ്ഥാനത്തെ യുവതികളിൽ നിന്ന് അവരുടെ സാമ്പത്തിക പരാധീനതകൾ ചൂഷണം ചെയ്ത് ചെറിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് മറ്റ് ജോലിക്ക് എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് എത്തിച്ച് കോഴിക്കോട് എത്തിച്ച് അവിടെ വെച്ച് അവരെ സെക്സ് റാക്കറ്റ് മാഫിയയിലേക്ക് അകപ്പെടുത്തുന്ന ഈ പ്രതിയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? കേസിന്റെ അന്വേഷണം അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സുഹൈൽ, പ്രതി ഒഡീഷയിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അവിടേക്ക് പോവുകയും അവിടെ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയും ചെയ്യുന്നത്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് 15,000 രൂപയ്ക്ക് ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു അസം സ്വദേശിയായിട്ടുള്ള 17-കാരിയെ കോഴിക്കോട് എത്തിച്ചത്. അതിനുശേഷം സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി കുറെ കാലം വീടിനുള്ളിൽ പൂട്ടിയിട്ടു എന്നാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ഈ സെക്സ് റാക്കറ്റിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ആദ്യം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പെൺകുട്ടി അഭയം തേടിയത്. ഇതോടെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത്. ആദ്യം കേസെടുത്ത് അന്വേഷണം നടത്തിയത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനായിരുന്നു. പക്ഷേ ഈ രഹസ്യ കേന്ദ്രമുള്ളത് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയായതിനാൽ അതിനുശേഷം ടൗൺ പോലീസിന് അന്വേഷണം കൈമാറുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലും ഈ പെൺകുട്ടിയിൽ നിന്നും ശേഖരിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ 4 പേരടങ്ങുന്ന സംഘം ഒഡീഷയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഈ പ്രതി അവിടെ തന്നെ ഉണ്ട് എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. അതിന് സഹായകമായി പോലീസിന് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ പ്രതിയുടെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതി ഒഡീഷ വിട്ടു പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്നാണ് നിലവിലെ നിഗമനം. എന്താണേലും ഈ പെൺകുട്ടി ഇപ്പോൾ സർക്കാരിന്റെ സംരക്ഷണയിലെ കേന്ദ്രത്തിലാണ് ഉള്ളത്. അത് മാത്രമല്ല, പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് താൻ കൂടാതെ നിരവധി പെൺകുട്ടികൾ, അതായത് 4ഉം 5ഉം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഈ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് പ്രധാന പ്രതിയെ പിടികൂടുന്നതിലൂടെ ഈ കേസിന്റെ ചുരുളഴിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത് ഉടൻ തന്നെ സാധ്യമാകുമെന്നും പ്രതീക്ഷിക്കുകയാണ് സുഹൈൽ. കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. സാമ്പത്തിക പരാധീനതകൾ ചൂഷണം ചെയ്ത് ചെറിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് മറ്റ് ജോലിക്കായി കേരളത്തിൽ എത്തിച്ച് അവരെ സെക്സ് റാക്കറ്റിലേക്ക് പെടുത്തി അവരുടെ ജീവിതവും സ്വപ്നവും തല്ലിക്കെടുത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ ഒഡീഷയിലുണ്ടെന്ന നിർണായക വിവരം പോലീസിൽ ലഭിച്ചത്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.